സ്വാദിഷ്ടമായ ഭക്ഷണം കഴിക്കുന്നതിലേറെ പ്രിയമുള്ളവരാണ് മലയാളികൾ. അതിലേറിയ പങ്കും മീനും ഇറച്ചിയും നിർബന്ധമുള്ളവരുമാണ്. നിത്യേനയുള്ള ഭക്ഷണക്രമത്തിൽ മീൻ ഒരു ഒഴിച്ചു നിർത്താൻ സാധ്യമല്ലാത്ത വിഭവമായിരിക്കുന്നു ഇവിടെ. ഒരു നേരമെങ്കിലും ചോറ് നിർബന്ധമായിട്ടുള്ള മലയാളികൾക്ക് അതിനോടൊപ്പം തന്നെ മീൻ കറിയും അതിനിർബന്ധവുമാണ്. കേരളത്തിൽ ഓരോ ദിവസവും ശരാശരി 2280 ടൺ മത്സ്യം വേണമെന്നാണ് കണക്ക്. എന്നാൽ ഇവിടെയുള്ള മത്സ്യലഭ്യത ആകെ 1741 ടൺ മാത്രമാണ് തരം. അതുകൊണ്ട് തന്നെ 539 ടൺ മത്സ്യമെങ്കിലും ഓരോ ദിവസവും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും ഇവിടേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ ഇവിടേക്ക് എത്തുന്ന മത്സ്യങ്ങളാകട്ടെ ഭൂരിഭാഗവും ഗുണനിലവാരമില്ലാത്തതും പഴകിയ മത്സ്യങ്ങളുമാണ്. അതുകൊണ്ടാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കഴിഞ്ഞ കുറച്ച് നാളുകളായി ശക്തമായി ഒരു പരിശോധന നടത്തുവാൻ തയ്യാറായിട്ടുള്ളത്. എല്ലാ ചെക്ക് പോസ്റ്റുകളിലും സ്പെഷ്യൽ സ്ക്വാഡിൻ്റെ പരിശോധന നടക്കുന്നുണ്ടെങ്കിലും പ്രധാനമായും മത്സ്യലേല കേന്ദ്രങ്ങളും ഹാർബറുകളും അതേപോലെ മൊത്ത വിതരണ കേന്ദ്രങ്ങൾ, ചില്ലറ വിൽപ്പനശാലകളുമൊക്കെ കേന്ദ്രീകരിച്ചുള്ള പരിശോധനകളും നടത്തി ഇത് ചെയ്യുന്നവരെ പിടികൂടുന്നുണ്ടെങ്കിലും ആ നിയമത്തിൻ്റെ പഴുതുകൾ ഉള്ളതിനാലാവാം അത്തരം ആളുകൾ ഇതേ പ്രവൃത്തികൾ തന്നെ വീണ്ടും വീണ്ടും ചെയ്യാൻ തയ്യാറാവുന്നത്. ഈ കഴിഞ്ഞ വർഷം കൊച്ചിയിൽ തന്നെ 2 കണ്ടെയ്നർ പഴകിയ മത്സ്യമാണ് പിടികൂടിയത്. അയലയും പ്രാഞ്ഞിലും തിലോപ്പിയും അതേപോലെ തന്നെ തിരുതയും കേരയും കൂടാതെ മങ്കടയും സ്രാവും തിരണ്ടിയും പോലുള്ള ആ വലിയ മത്സ്യങ്ങളിലും ഫോർമാലിൻ പോലുള്ള രാസവസ്തുക്കൾ ചേർത്താണ് വിൽപ്പന നടത്തുന്നത്. ചില മീനുകളുടെ ചെകിളയിലും മീൻ മുറിച്ച ഭാഗത്തുമെല്ലാം ചുവന്ന ചായയും തേച്ചും ഇങ്ങനെ വിൽപ്പന നടത്തുന്നുണ്ട്. ഇങ്ങനെ പഴകിയ മീനുകൾ കൂടുതലായും കേരളത്തിലേക്ക് എത്തുന്നത് പോണ്ടിച്ചേരിയിൽ നിന്നും, കർണാടകയിൽ നിന്നും, മംഗലാപുരത്തു നിന്നും, തമിഴ്നാട്ടിൽ നിന്നും, ആന്ധ്രയിൽ നിന്നുമൊക്കെയാണ്. രാസവസ്തുക്കൾ ചേർക്കുന്നതിനാൽ എത്ര പഴകിയ മീനാണെങ്കിലും ഈ മീനുകൾ കാഴ്ചയിൽ പച്ച മീനാണെന്നേ തോന്നുകയുള്ളൂ. മലയാളികളുടെ ഈ മീനിനോടുള്ള ആർത്തി മുതലെടുക്കുകയാണ് ഇവിടെ. അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മളെ വിഷം തീറ്റിക്കുന്നൊരു പരിപാടിയാണിത്. ഇതിന് ശാശ്വത പരിഹാരം ഉണ്ടാകണമെങ്കിൽ സർക്കാർ തന്നെ ഉണർന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ അത് സാധ്യമാകൂ. ഇത്തരം കുറ്റങ്ങൾ ചെയ്യുന്നവർക്കെതിരെ ശക്തമായിട്ടുള്ള നടപടികൾ എടുക്കുകയും കുറ്റക്കാർക്ക് പെട്ടെന്ന് ഇത്തരം കേസുകളിൽ നിന്നും ഊരിപ്പോരുവാനുള്ള പഴുതുകൾ അടക്കുകയുമാണ് വേണ്ടത്. അതിനോടൊപ്പം കൂടുതൽ മത്സ്യ ഉൽപ്പാദനം ഇവിടെ നടത്തുവാൻ സർക്കാർ തയ്യാറാകുകയും വേണം. അതിനായി ഇവിടെ തരിശായി കിടക്കുന്ന ഹെക്ടർ കണക്കിന് പൊക്കാളി കൃഷിയിടങ്ങളുണ്ട്. അവിടെയെല്ലാം അതിനെ ഉപയോഗപ്പെടുത്തുവാൻ കൂട് കൃഷി പോലുള്ള കാര്യങ്ങൾ ചെയ്ത് അങ്ങനെ നമ്മൾ ചെയ്തെന്നാൽ നാം മലയാളികളെ ഈ വിഷം കലർന്ന മത്സ്യങ്ങൾ കഴിക്കുന്നതിൽ നിന്നും രക്ഷപ്പെടുത്തുവാൻ സാധിക്കും.